ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവിടെ ഇപ്പോൾ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ കോയിൻസിൻ്റെയും നോട്ടിൻ്റെയും അതുപോലെ അങ്ങനത്തെ കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് ഞാൻ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പം ഇതിൽ പല പല സ്ഥലങ്ങളിൽ പല രാജ്യങ്ങളിലെ കറൻസികളും നോട്ടുകളും അതുപോലെ കോയിൻസൊക്കെ ഇതിലുണ്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ്റെതുണ്ട്, ഇന്ത്യൻ്റെ ഓട്ടക്കാരണ മുതലുള്ള സാധനങ്ങൾ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടേബിൾ ഇങ്ങനെ ഉണ്ടാക്കിയ സമയത്ത് തന്നെ ഇത് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തത്, ഈ ഒരു കറൻസി നോട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഈ ഒരുപാട് പേരൊന്നും ഈ എല്ലാ നോട്ടുകളും ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ പല പല രാജ്യത്തതാകുമ്പോൾ കാണാൻ നമുക്കൊരു കൗതുകമാണ്. അപ്പോൾ ഇന്ത്യൻ്റെ തന്നെ പണ്ടത്തെ പല വെറൈറ്റികൾ നോട്ടുകളിലുള്ള 10 രൂപേൻ്റെയൊക്കെ നോട്ടുകളൊക്കെ ഇപ്പോൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യൻ്റെ തന്നെ നമ്മൾ നിരോധിച്ച് 20 പൈസ, 5 പൈസ, 10 പൈസ അതൊക്കെ അതിലുണ്ട്. ഈ 5 പൈസക്കൊക്കെ മുട്ടായി വാങ്ങിയിരുന്നു, 25 പൈസക്ക് മുട്ടായി വാങ്ങിയെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മക്കൾക്ക് അത്ഭുതമാണ് കേട്ടോ. 20 പൈസക്ക് മുട്ടായി കിട്ടുമെന്നൊക്കെ അന്നൊക്കെ ഭയങ്കര രസമായിരുന്നു. ഒരുപാട് കോയിൻസും ഉണ്ട്, അതുപോലെ തന്നെ നോട്ടുകളും ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് ഓരോന്ന് കാണിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം പോകുമല്ലോ. അപ്പം ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഇങ്ങനൊന്ന് കാണിക്കുകയാണ് കേട്ടോ. എനിക്കിതിലാകെ ഒരു കണ്ടുപരിചയമുള്ളൊരിത് ഈ ഒരു ഡോളർ നമ്മളധികം ഇതിലൊക്കെ കാണുമല്ലോ, ഈ വീഡിയോസിലും അതേ ഇതിലൊക്കെ കാണുന്ന സാധനമാണ് ഈ ഡോളർ. അപ്പോൾ റിയാലും ഞാൻ കണ്ടിട്ടുണ്ട്. റിയാൽ ഇതേപോലെ ഇപ്പൻ്റെ കയ്യിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഞാൻ വായിച്ച് നോക്കിയിട്ടൊന്നുമില്ല, പല പല സ്ഥലങ്ങളിലുള്ളത് ആണതൊക്കെ. അപ്പോൾ ആദ്യമൊക്കെ ശാസ്ത്രമേളക്കൊക്കെ ഞങ്ങളൊക്കെ കൊണ്ടുപോകലുണ്ടായിരുന്നു, പിന്നെ നിർത്തി. കാരണം ഇത് മിസ്സായി പോകുന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട്. പിന്നെ ആരും കൊണ്ടുപോകാതായിട്ടോ. ശരിക്കും മിസ്സാവുകയും ചെയ്യും, കാരണം അതെല്ലാവരും കണക്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇപ്പോൾ കുറച്ച് ചട്ടികളും ചെടികളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചട്ടി ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള ഒരാൾ ഉണ്ടാക്കുന്ന ചട്ടിയാണ്. 200 രൂപയാണ് അതിൻ്റെ റേറ്റ്. ഞാൻ വാങ്ങിയ സമയത്ത് 200 രൂപയായിരുന്നു. ഇപ്പോൾ 200 രൂപയായിട്ടെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ നല്ല ചട്ടിയാണ് കേട്ടോ. പക്ഷേ ഈ സിമെൻറ്റ് ചട്ടിക്കൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് മണ്ണ് നിറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കാൻ പ്രയാസമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു ഇതിൽ ഗ്രോ ബാഗിൽ ഇഞ്ചി നട്ടിട്ടുണ്ട് കേട്ടോ. ആദ്യം കുറച്ച് മുമ്പേ നടാറുണ്ടത്. അതുപോലെ ഇവിടെ ഡംകെ ഉണ്ട്, ഞാൻ കൊണ്ടു കൊടുത്താണ് കേട്ടോ. അരേലിയ ഈ ഒരു ചട്ടിയാണ്, അത് അതിനേക്കാളും വലിയ ചട്ടിയാണ്. ആദ്യം കണ്ട ചട്ടിക്ക് 100 രൂപ, ഈ ചട്ടിക്ക് 200 രൂപയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിൽ അരേലിയ വെച്ചിട്ടുള്ളത് കണ്ടോ, ഈ ഒരു അരേലിയ കവറിലും വെച്ചിട്ടുണ്ട്. ഈ ഒരു ചട്ടിയിൽ നമ്മുടെ അഗ്ലോണിമ ലിപ്സ്റ്റിക്ക് അതും വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായില്ല ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ, ഉണ്ടായാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. പക്ഷേ ഈ ചട്ടി നമ്മൾ വെച്ചുകൊടുത്ത് നനക്കാൻ കഴിയൂല, ആ ഒരു ഒറ്റ കുഴപ്പമേ അതിനെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞങ്ങളുടെ മുറ്റത്ത് വലിയ 2 മാങ്കോസ്റ്റിൻ്റെ മരങ്ങളുണ്ട് കേട്ടോ. മാങ്കോസ്റ്റിൻ കായ്ക്കാറുണ്ട്. പിന്നെ ഈ രാത്രിയാണ് ഈ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇരുട്ട് തോന്നുന്നത്. പിന്നെ ഇതൊരു മാങ്കോസ്റ്റിൻ്റെ മരം തന്നെയാണ് കേട്ടോ. ഇതൊക്കെ കായ്ക്കാറുണ്ട് കേട്ടോ. ഈ മാങ്കോസ്റ്റിനൊക്കെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ മരങ്ങളുണ്ട് കേട്ടോ ഇവിടെ വീട്ടിൽ. പിന്നെ അതുപോലെ ഉള്ളത് പിന്നെ ഒരു സപ്പോട്ടൻ്റെ മരമുണ്ട്. സപ്പോട്ട മരത്തുമ്മൽ ഒരുപാട് കായുണ്ട് കേട്ടോ, നല്ല കായുണ്ട് സപ്പോട്ട മരത്തുമ്മൽ. ഇപ്രാവശ്യം നിറച്ചുണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ ഈ ഒരു സ്ക്വയർ ചട്ടി വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റെപ്പുമ്പിൽ നീളമുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ അതിന് 2 സൈഡിൽ ഇതേപോലത്തെ 2 ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലുള്ള ചെടികളൊക്കെ ഇപ്പോൾ വാങ്ങി വെച്ചതാണ് കേട്ടോ. അപ്പം ഇത് എനിക്ക് തോന്നുന്നത് ഈ സ്റ്റെപ്പുമ്മൽ പ്ലാസ്റ്റിക് ചട്ടി വെക്കുന്നതൊന്നും കൂടെ നല്ലതെന്ന്. പ്ലാസ്റ്റിക്കിന് നല്ല മോഡൽ ചട്ടികളൊക്കെ ഉണ്ടല്ലോ, അത് വെക്കുക നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും ചെടികൾ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പം ചെടീൻ്റെ ഒരു കണക്ഷൻ തുടങ്ങിയിട്ടുണ്ട്, ചെടിയാക്കണം എന്നുള്ള. അതുകൊണ്ട് ആ ചട്ടിയിൽ നിന്ന് ഒലിക്കുന്ന മണ്ണാണ് ആ സൈഡ് കാണുന്നത്. പിന്നെ നമ്മുടെ സപ്പോർട്ടിൻ്റെ മരം ഇതാണ് കേട്ടോ, നിറയെ കായുണ്ട്. വലുതായി വരുന്നേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ കാണാൻ തന്നെ നല്ല രസമുണ്ട് സപ്പോട്ട. പക്ഷെ അധികം വവ്വാൽ കൊണ്ടുപോവുക ചെയ്യുക കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഓരോ മരങ്ങളൊക്കെ നമ്മുടെ മുറ്റത്തുണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ ഒരു സന്തോഷവും സമാധാനമാണ്. നമ്മുടെ മുറ്റത്ത് ഓരോ ചെടികളും മരങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് എന്താ പറയുക, അതൊരു സന്തോഷമാണ് അല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു സന്തോഷമാണ്. എന്തെങ്കിലും ഉണ്ടാവുന്നതൊക്കെ ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ഉപ്പക്ക് ആദ്യം ഇങ്ങനെ കുഴിച്ചിടുന്നതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഉമ്മക്ക് ഉപ്പക്കൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ നല്ലപോലെ നിൽക്കുന്നതും. പിന്നെ വീടിൻ്റെ ചുറ്റുഭാഗവും പിന്നെ ഇത് വെച്ചിട്ടുണ്ട് ഇപ്പം, കവുങ്ങ്
പിന്നെ ഇതിലൊക്കെ ഉണ്ടോ, ഇതെന്തോ ഒരു കറി വെക്കുന്ന ചീര എന്തോ ആണ്, ഇപ്പോൾ വന്നപ്പോൾ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞത് ഞാൻ കണ്ടപ്പോൾ. ഇതൊക്കെ ഇപ്പോൾ പുതിയ നട്ട ഒരു 2 ആഴ്ചയൊക്കെ ആവുന്നുണ്ടാവും ഇതൊക്കെ നട്ട് വെച്ചിട്ട്. രസമുണ്ട് കാണാൻ എന്തായാലും. ഇത് CC പ്ലാന്റ് അല്ലേ, CC പ്ലാന്റ്. ഇതൊക്കെ അതേപോലെ ഇത് ഈ കലാത്തിൻ്റെ ഒരു വെറൈറ്റി ഞാൻ അവിടെ കണ്ടത്. ഏതായാലും രസമുണ്ട് കാണാൻ, ഉഷാറായിട്ടുണ്ട്. നല്ലപോലെ ഉണ്ടായി വരുമ്പോൾ അതിനൊരു ഭംഗി കിട്ടുള്ളൂ. നമ്മൾ കുഴിച്ചിട്ട് അപ്പം തന്നെ കാണാൻ രസം ഉണ്ടാവില്ല, പക്ഷേ ഒക്കെ ഉണ്ടായി വരുമ്പോൾ നല്ല രസമാണ് കാണാൻ. എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ചെടികൾ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്താണ് തൊടിയിലൊക്കെ കുറേ മരങ്ങളുണ്ടാകുന്നു, വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയില്ല, അതുകൊണ്ട് ജസ്റ്റ് പിന്നെ ഇങ്ങനെ മുറ്റത്തുള്ള മാത്രം എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ രാത്രി പോകാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഞങ്ങളെ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ കവുങ്ങാണ് ചുറ്റുഭാഗത്തുള്ളതെന്ന്. അവിടെയൊക്കെ കവുങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടക്ക കിട്ടാനും തുടങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ ഈ ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചിലപ്പോൾ ഒക്കെ പറിച്ചിടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ബാക്ക് സൈഡ് ഇതേപോലെ ഒരു വഴുതനൻ്റെ ഒരു മരം കണ്ട് അതുകൊണ്ട് വീഡിയോ എടുത്തതാണ്. അങ്ങോട്ടൊക്കെ ഭയങ്കര ഇരുട്ടാണ്, ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു ഫോൺ എടുത്തിങ്ങനെ വന്നിട്ട് വീഡിയോ എടുത്തതാണ്. ഇതൊക്കെ പുതിയ കവുങ്ങാണ്, പുതിയ കവുങ്ങ് വെച്ചാണ് ഇവിടെ. ഇത് അടക്ക ഒക്കെ ഉണ്ടാവുമല്ലോ, വലിയൊരു പരിചരണമൊന്നും വേണ്ടല്ലോ. പിന്നെ ഇവിടെ ഒരു കരിയേപ്പ് മരമുണ്ട്, തൊടിയിൽ റംബുട്ടാൻ്റെ മരം അതേപോലെ അങ്ങനത്തെ പല സാധനങ്ങളും മരങ്ങളും തൊടിയിലൊക്കെ ഉണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് ഇനി ഒരു ദിവസം പോകുന്ന സമയത്ത് വീഡിയോ എടുക്കുക. അത് പകൽ ടൈം പോയാലും ചിലപ്പോൾ തൊടിയിലേക്കൊന്നും ഇറങ്ങാൻ സമയം കിട്ടില്ല, അത് മടിച്ചിട്ട് അവിടെ അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എന്തായാലും വീഡിയോ എടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ ഒരു ബോഗൺവില്ല പൂവിട്ടിട്ടുണ്ട്, അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോയും കൂടെ ഒന്ന് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഇത് താഴെ വെച്ചിട്ട് മതിൽമ വെച്ചിട്ടുള്ള ബോഗൺവില്ലാസാണ്. എല്ലാ ബോഗൺവില്ലകളും പൂവിട്ടിട്ടുണ്ട്. ഒരുമാതിരിപ്പെട്ട ബോഗൺവില്ലകളൊക്കെ പൂവിട്ടിട്ടുണ്ട്, ബാക്കിയൊക്കെ പൂവിടാൻ തുടങ്ങിയിട്ടുമുണ്ട്. ഇത് ഞാൻ ചെറിയ ചട്ടിയിൽ താഴെ വെച്ചിട്ടുള്ള ബോഗൺവില്ലകളാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇതിന് ശേഷമാണ് നമുക്ക് മഴ തുടങ്ങിയത്. അപ്പം പിന്നെ ഞാൻ നോക്കിയിട്ടുമില്ല എന്തായി അവസ്ഥ എന്നറിയണമെങ്കിൽ. നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ മഴ വരുന്നതൊക്കെ ഒരു പേടിയായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആദ്യത്തെ പോലെയല്ല. നമ്മൾ 1.5K ആവാനായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ. പിന്നെ 1.5K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വൈകാതെ തന്നെ 2K ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.